തുറിച്ചു നോക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരെയും തുറിച്ചു നോക്കാറില്ല. തുറിച്ചു നോക്കുന്ന സ്വഭാവം ഒരു മുഅ്മിനിന് നല്ലതേ അല്ല. മസ്ബൂക്കായ ആൾക്കാരെ, മുവാഫിഖായ ആൾക്കാർ അഥവാ ജമാഅത്ത് പൂർണ്ണമായി കിട്ടിയ ആൾക്കാർ ഇങ്ങനെ നോക്കുന്നതാണ്. ഈ മസ്ബൂക്കിങ്ങൾക്ക് എന്നെ തോന്നും, എൻ്റെ തുണിക്കെന്ത് ഓട്ടിയാറ്റുണ്ട്, ഇതെന്താ എല്ലാവരും പാടും നോക്കണത്. ഇത് നമ്മളെ നാട്ടിൽ നിന്ന് നിർത്തണം. മൗലിദിന്റെ വഅലിന്റെ മജ്‌ലിസിൽ ഇടയിൽ കയറി വന്ന് ഇരുന്ന ആളെ ചുറ്റുമുള്ളവരിങ്ങനെ നോക്കിയാൽ അയാളുടെ 2 കിഡ്നിയും ഫെയിലായി പോകും. നോൽക്കരുത്. ആ പരിപാടിയൊക്കെ വളരെ ബോറ് പരിപാടിയാണ്. നമ്മുടെ കണ്ണ് സോഫ്റ്റ്നെസ് ആയ കണ്ണാവണം, സോഫ്റ്റ്നെസ് ഉള്ള കണ്ണാവണം. നമ്മുടെ സംസാരത്തിലും എപ്പോഴും ആരോടും കയർത്ത് സംസാരിക്കരുത്. എതിരാളിയുടെ അടുത്ത് ഇസ്ലാം പരിചയപ്പെടുത്താൻ വേണ്ടി മൂസ നബി അലൈഹിസ്സലാം, ഹാറൂൻ നബി അലൈഹിസ്സലാം എന്നീ നബിമാരെ അയക്കുമ്പോൾ ഫിറഔൻ എന്ന ശത്രു ആണെങ്കിൽ തന്നെയും അദ്ദേഹത്തോട് ഏത് രീതിയിൽ പറയാനാ അല്ലാഹ് പറഞ്ഞത്? ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിന, വളരെ സോഫ്റ്റ് ആയിട്ട് സംസാരിക്കണേ നിങ്ങൾ. അഥവാ ലഅല്ലഹു യസക്ക, ആ ചങ്ങായി നന്നായാലോ. നന്നാവൂലെന്ന് അള്ളാഹ്ക്ക് അറിയില്ലേ? അറിയാം. പക്ഷെ വഅല് പറയുന്ന ആള് സോഫ്റ്റ് ആയിട്ടാണ് പറയേണ്ടത്, ഉപദേശിക്കുന്ന ആള് സോഫ്റ്റ് ആയിട്ടാണ് പറയേണ്ടത്. ദഅവത്തിന് അയക്കുന്ന സ്വഹാബിമാർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുക്കുന്ന ഉപദേശം യസ്സിറ വല തുഅസ്സിറ, ബശ്ശിറ വല തുനഫിറ, വെറുപ്പിക്കരുത്, സോഫ്റ്റ് ആക്കണം. ഞാൻ പിന്നെ തെറ്റ് കണ്ടാൽ അപ്പാട് പറയും, എനിക്കപ്പുറമില്ല ഇപ്പുറമില്ല. ഈ പരിപാടി എല്ലായിടത്തും നല്ലതല്ല എന്നാണ് പറയാൻ ശ്രമിക്കുന്ന ആശയം. ഇനി മാതാപിതാക്കളിലേക്ക് വരാം. മാതാപിതാക്കളോട് സംസാരിക്കുമ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ട് സംസാരിക്കണം. മദീനയിൽ നിന്ന് ശബ്ദം ഉയർത്തരുത് എന്ന് മാത്രമല്ല, ലാ തർഫഉ അസ്വാതകും ഫൗഖ സൗത്തിൻ നബി എന്ന ആയത്തിന്റെ താല്പര്യം. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിന്റെ ക്ലാസ്സിൽ, റസൂലുള്ളാഹിന്റെ ശമാഇലിന്റെ മജ്‌ലിസിൽ, നബി തങ്ങളുടെ മൗലിദിന്റെ സദസ്സിൽ ഇവിടെ ഒരിക്കലും ശബ്ദം ഉയർത്തരുത്. സൂറത്തുൽ ഹുജറാത്തിന്റെ വ്യാഖ്യാനത്തിൽ കാണാം. അപ്പൊ നബിയോർമ്മയാണ് നമ്മുടെ ജീവിതത്തെ കൺട്രോൾ ചെയ്യണമെങ്കിൽ ശബ്ദം ഉയർത്താതെ സംസാരിക്കണം. മദീനയാണ് നമ്മളെ കൺട്രോൾ ചെയ്യണമെങ്കിൽ ജഗപുക നമ്മളിൽ ഉണ്ടാവില്ല. ഇൻസ്റ്റഗ്രാമാണ് കൺട്രോൾ ചെയ്യുന്നതെങ്കിൽ ജഗപുക മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളെ കൺട്രോൾ ചെയ്യേണ്ടത് ആരാണ്? നബിയോർമ്മകളാണ്. അപ്പോഴാണ് ഒരാളുടെ ജീവിതത്തിൽ നബി ജീവിതം സാധ്യമാവുന്നത്. ഹദീസിന്റെ ക്ലാസ്സിൽ ശബ്ദം ഉയർത്തരുത് എന്ന് പറയുമ്പോൾ ആ ഹദീസല്ലേ നമ്മളോട് പറയണത്? എന്ന് ഉപ്പാന്റെ ഉമ്മാന്റെ തൃപ്തി വേണ്ടേ? നമുക്ക് വേണം. ശബ്ദം താഴ്ത്തി സംസാരിക്കണം. ഹദീസ് പണ്ഡിതനായ ഇബ്നു ഔൻ റളിയല്ലാഹു അൻഹുവിനെ ഉമ്മ വിളിച്ചു. എന്താ ഉമ്മ? ഉമ്മ എന്നെ വിളിച്ചോ? എന്താ ഉമ്മ എന്ന അർത്ഥത്തിൽ ഉത്തരം കൊടുത്തു. ആവശ്യങ്ങൾ നിർവഹിച്ചു. പിന്നെ വന്ന് ചിന്തിക്കുകയാണ്, ഞാൻ എൻ്റെ ഉമ്മ വിളിച്ചപ്പോൾ എന്തേ എന്ന് ചോദിച്ചത് കുറച്ച് സൗണ്ട് കൂടിപ്പോയോ, ഓവറായോ? ശരിയല്ലല്ലേ അത്? സ്വയം വിചാരണ. ഉടനെ അങ്ങാടിയിൽ ചെന്ന് വിലപിടിപ്പുള്ള 2 അടിമകളെ വാങ്ങിയിട്ട് മോചിപ്പിച്ചു. എന്നിട്ട് അള്ളാഹിനോട് പറഞ്ഞു, നേരത്തെ എൻ്റെ ഉമ്മാൻ്റെ അടുത്ത് കുറച്ച് സൗണ്ട് കൂടിപ്പോയിട്ടുണ്ട്, ഉമ്മനോട് സംസാരിക്കുമ്പോൾ ഉത്തരം കൊടുക്കുമ്പോൾ പൊരുത്തപ്പെടാനാണ് ഈ 2 അടിമകളെ വാങ്ങിയത്, മോചിപ്പിച്ചത്. പൊരുത്തപ്പെട്ടേർന്നേ അള്ളാഹ്. സൗണ്ട് എന്തേ എന്ന് ചോദിച്ചപ്പോൾ കൂടിപ്പോയതിന്. കണ്ടോ? മുഖാതബത്തുഹുമ ബിലുത്ഫിൻ വ അദബിൻ. ഉപ്പാനോടും ഉമ്മാനോടും സംസാരിക്കുമ്പോൾ സോഫ്റ്റായി അദബോടെ സംസാരിക്കും. ഈ ഒരു പക്ഷെ നാട്ടിലെ മുദരിസാവാം, ഖാളിയാവാം, പ്രിൻസിപ്പൾ ആവാം, ഡയറക്ടർ ആവാം. അതൊക്കെ നാട്ടുകാർക്ക്. ഉപ്പാക്കുമ്മാക്കും കൊച്ചുമോൻ, ചെറിയ മോൻ. പ്രിൻസിപ്പളുടെ മുദരിസിന്റെ കോട്ടൊക്കെ വീട്ടിന്റെ പുറത്തു തന്നെ അഴിച്ചിട്ട് എവിടെയെങ്കിലും കൊളത്തി വെക്കുക. വീട്ടിൽ പച്ച മനുഷ്യനായിട്ട് കയറും. അതൊക്കെ നമുക്ക് കോളേജിൽ പരിഗണിക്കാം. ഉപ്പാനോടും ഉമ്മാനോടും
വളരെ സോഫ്റ്റ് ആയിട്ട് സംസാരിക്കണം. ചില മഹാന്മാര് ഉമ്മ വർത്താനം പറയുമ്പോൾ കേട്ടതുപോലെ അഭിനയിക്കും. ആ ആയിക്കോട്ടെ, ഇൻഷാ, ആ ശരി, ഓക്കെ. ഉമ്മ പോയതിന് ശേഷം പെങ്ങളോട് ചോദിക്കും, ഉമ്മ എന്താ പറഞ്ഞത്? അപ്പൊ നേരത്തെ അല്ലേ? ആ നല്ല പറഞ്ഞു. അത് എന്തേന്ന് ചോദിച്ചാൽ ഉമ്മ പറഞ്ഞത് ഒന്നും കൂടി പറയേണ്ടി വരില്ല ഉമ്മ, അഥവാ ഇടാവെന്ന് പേടിച്ചിട്ടാണ്, ശരിക്കും കേട്ടിട്ടും മനസ്സിലായിട്ടൊന്നുമില്ല. ഞാൻ പിന്നെ എന്തേന്ന് ചോദിച്ചാൽ സൗണ്ട് കൂടുമോന്നൊരു പേടിയുണ്ട്, അതുകൊണ്ടാണ്. എന്താ പറഞ്ഞത്? ഹദീസ് പണ്ഡിതന്മാരുടെ ജീവിത പറയണത്. നിങ്ങൾ ആലോചിച്ചു. ജയിച്ചവര് മുഴുവനും ജയിച്ചത് ഉപ്പാൻ്റെ ഉമ്മാൻ്റെ പൊരുത്തത്തിലാണ്. തോറ്റവരുടെ കഥ ഉൾട്ടയും. ഒരാൾക്ക് ഉന്നതി ഉണ്ട്, അയാൾ ഉന്നത സ്ഥാനത്തുണ്ട് എന്ന് ഇബ്ലീസിന് ബോധ്യപ്പെട്ടാൽ ഇബ്ലീസ് ചെയ്യുന്ന ഒരു പരിപാടിയും കൂടിയാണ്, ഉപ്പാൻ്റെ ഉമ്മാൻ്റെ വിഷയത്തിൽ അയാളെ തകർക്കും. ആ ഫോം റെഡിയല്ലെങ്കിൽ അയാൾ ആഖിറത്തിൽ അമ്പേ പരാജയപ്പെടും. അപ്പൊ രണ്ടാമത്തെ നമ്മൾ പഠിച്ചത് മുഖാത്തബത്തുഹുമ ബിലുതുഫിൻ വഅദബിൻ, വളരെ സോഫ്റ്റായി സംസാരിക്കണം. ഉപ്പാനോടും ഉമ്മാനോടും സോഫ്റ്റായി സംസാരിക്കണം. ഉപ്പാക്കും ഉമ്മാക്കും ചെയ്തു കൊടുത്ത ഒരു കാര്യവും എടുത്തു പറയരുത്. ഞാനല്ലേ ഉമ്മാക്ക് പിന്നാന്ന് 5000 തന്നത്, ഇതെന്താ പൈസ പറിക്കുന്നുണ്ടോ? മിണ്ടിപ്പോരുത്. സ്വതക്ക എടുത്തു പറയൽ പൊതുവിൽ നല്ലതല്ല. പ്രത്യേകിച്ച് ഉപ്പാനോടും ഉമ്മാനോടും പറയാനേ പാടില്ല. ഉപ്പാക്കും ഉമ്മാക്കും കൊടുത്ത സംഖ്യയുടെ കഥയോ അതിൻ്റെ കണക്കോ ഭാര്യനോട് പറയുന്ന പരിപാടി നിർത്തിവെക്കണം. അത് എന്താവശ്യത്തിനാണെങ്കിലും അത് നിർത്തിവെക്കണം. ഗസാലി ഇമാം റഹിമഹുല്ല ബിദായത്തുൽ ഹിദായ എന്ന ഗ്രന്ഥത്തിൽ എഴുതി വെക്കുന്നുണ്ട്, ഉപ്പാക്കും ഉമ്മാക്കും കൊടുത്ത കാര്യമൊന്നും ഉപ്പാനോടും ഉമ്മാനോടും പറയരുത്. ഞാൻ ഡൈനിങ് ഹാളും സെൻട്രൽ ഹാളും വൃത്തിയാക്കിയില്ലേ, ബാക്കി ഫാത്തിമാനോട് പറയുന്ന ഡയലോഗ് അടിക്കരുത് എന്നാണ് പറഞ്ഞതിൻ്റെ മലയാളം. അതേസമയം ഉപ്പാക്കും ഉമ്മാക്കും അള്ള കൊടുത്ത അധികാരമാണ്, മക്കൾക്ക് ചെയ്തു കൊടുത്ത കാര്യമൊക്കെ പറയാം, അതിനൊരു പ്രശ്നമില്ല. നിന്റെ +1 ഫീസ് അടച്ചത് എങ്ങനെയാണെന്ന് അറിയാം മോനെ, നീ ഇപ്പം കുറച്ച് ശമ്പളം കിട്ടുമ്പോൾ ഏതാ ഡയലോഗ് അല്ലേ, പൈസ ഇല്ലല്ലേ എനിക്ക്, ടൈറ്റ് അല്ലേ. ആ കൊറോണ കാലത്ത് നിനക്കൊരു ഫോൺ വാങ്ങിത്തരാൻ ഉപ്പ കഷ്ടപ്പെട്ട കഷ്ടപ്പാട് നിനക്കറിയോ? ഇപ്പോൾ ഉപ്പ ഒന്ന് ടൂറിന് പോകണ്ടെന്ന് പറയുമ്പോഴേക്ക് നീ എന്താ ഇപ്പം പറഞ്ഞത്? ഓക്കേടാ. ഉപ്പയും ഉമ്മയും ചെയ്ത മുഴുവൻ സ്വതക്കയും എടുത്തു പറഞ്ഞാൽ ഒരു പ്രശ്നമില്ല, ഒരു പ്രശ്നമില്ല. അത് അവർക്ക് അള്ള കൊടുത്ത അധികാരമാണ്, അതവരുടെ സ്ഥാനമാണ്, അതവരുടെ വിലയാണ്. മൂന്നാമത്തെ കാര്യം ഉപ്പിയുമ്മയും നമ്മളടുത്തേക്ക് വരലോടുകൂടി നമ്മളൊന്ന് താവണം, താഴ്മ കാണിക്കണം. എഴുന്നേറ്റിക്കണം എന്ന് മാത്രമല്ല, പിന്നെ നമ്മൾ താഴ്മയോടെ മാത്രമേ പെരുമാറാൻ പറ്റുള്ളൂ. എത്രയോ മഹാന്മാരുടെ ജീവിതങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാവും, ഉപ്പിയുമ്മയും വന്നു കഴിഞ്ഞാൽ പിന്നെ അവർ ഇരിക്കൂല, പിന്നെ അവർ ഇരിക്കുന്ന പരിപാടിയില്ല. അതാണ് അവരുടെ ലൈഫ്. തള്ള വെച്ച ഒരു സംവിധാനം. ഉപ്പിയുമ്മയും നമ്മളടുത്തേക്ക് വന്നാൽ പിന്നെ അവിടെ നമ്മൾ താഴ്മയോടെ മാത്രമേ പെരുമാറാൻ പറ്റൂ. മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മദീനയിൽ നിന്ന് മക്കയിലേക്ക് തിരിച്ചു പോകുന്ന ഒരു ഘട്ടം ഉണ്ട് ചരിത്രത്തിൽ. അന്ന് ഉപ്പ അബൂ ഖുഹാഫ റളിയല്ലാഹു അൻഹുവിനെ കണ്ട ഉടനെ കുതിരപ്പുറത്ത് നിന്ന് ഇറങ്ങിയിട്ട് നടക്കുകയാണ്. ആര്? ലോകത്തെ ഔലിയാക്കളുടെ ഏറ്റവും വലിയ നേതാവ്. ഉപ്പാനെ കാണലോടുകൂടി പിന്നെ കുതിരപ്പുറത്തില്ല, താഴെ ഹോൺ അടിച്ചിട്ട് ഉപ്പ ആ ഗേറ്റും നടക്കണേ എന്ന് ഓർഡർ ഇടുമ്പോൾ ഒന്ന് സിദ്ദീഖ് തങ്ങളെ മനസ്സിൽ ഓർമ്മിക്കണത് നല്ലതാവും, നല്ലതാവും. ഉപ്പ ഗതിയിൽ അനങ്ങാണ്ട് എല്ലാ വിഷയത്തിലും ഉപ്പ ഇടപെടണ്ട. പിന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ വരുന്നതാണ്, ഒന്ന് ഏതെങ്കിലും റൂമിലാറ്റം കൂടാൻ എന്തെങ്കിലും പ്രത്യേകം ഫ്രൂട്ട്സ് ആറ്റം വേണം, ദയവ് കേട്ടോ. നീ മൂക്കൊണ്ട് വരക്കുന്ന ഒരു കാലം അതിവിദൂരമല്ലാത്ത കാലത്തു തന്നെ പ്രതീക്ഷിക്കാം.
ബാക്കിയുള്ള തെറ്റൊക്കെ അള്ളാഹു ഒരുവിധം പിടിച്ചു നിൽക്കും ആഖിറത്ത് വരെ. നോ, ഈ വിഷയത്തിൽ ഒരു എക്സ്ക്യൂസും ഇല്ല. പ്രീപോണ്ട് ശിക്ഷയാണ്, നേരത്തെ തന്നെ കിട്ടും. പോസ്റ്റ് പോണ്ട് ചെയ്യണ പരിപാടിയില്ല. ഹാക്കിം റഹിമഹുല്ല മുസ്തദറക്കിൽ ഉദ്ധരിക്കുന്ന ഹദീസ് ഇതിന് തെളിവാണ്. ഉപ്പാനും ഉമ്മാനും ബുദ്ധിമുട്ടിച്ചവർക്ക് ശിക്ഷ നേരത്തെ തന്നെ കിട്ടിത്തുടങ്ങും. അതിൻ്റെ അർത്ഥം ഇതേ ശിക്ഷയുള്ളൂ എന്നല്ല, ഇത് ജസ്റ്റ് ആദ്യത്തെ ഡോസാണ്. വരുന്നുണ്ട് വലുത്. വലനുദീകന്നഹും മിനൽ അദാബിൽ അദ്ന ദൂനൽ അദാബിൽ അക്ബർ. വലുത് വരുന്നുണ്ട്. ഉപ്പാനും ഉമ്മാനും തൊട്ടാൽ കേസ് പൊള്ളും എന്നർത്ഥം. നാലാമത്തത് തഖ്ബീലു യദൈഹിമ സ്വബാഹൻ വമസാഅൻ വഫിൽ മുനാസബാത്ത്. മാതാപിതാക്കളുടെ കൈ പിടിച്ചൊന്ന് മുത്തണം, രാവിലെയും വൈകുന്നേരവും. വഫിൽ മുനാസബാത്ത്, വിശേഷ കാലത്തും ദിവസങ്ങളിലും. ഉപ്പാൻ്റെ ഉമ്മാൻ്റെ മുത്തം വാങ്ങണം നമ്മൾ. അവർക്ക് നമ്മൾ ചുംബനം നൽകണം. ആ സ്നേഹം നമുക്കുണ്ടാവണം. യഥാർത്ഥത്തിൽ മാതാപിതാക്കളെ സ്നേഹത്തോടെ നോക്കുക എന്നുള്ളത് ഹജ്ജ് ഉംറ ചെയ്ത പ്രതിഫലം കിട്ടുന്ന നന്മയാണ്. ഇത് കേട്ടപ്പോൾ ഒരു സ്വഹാബി ചോദിച്ചു, ഒരു ദിവസം തന്നെ 100 തവണ നോക്കിയാലോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അഡ്വാൻസ്ഡ് മറുപടി, ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് നോക്കിയാലും അങ്ങനെ തന്നെ. ഇത് ഉപ്പിയും ഉമ്മയും ഉള്ള കാലത്തേ കിട്ടുള്ളൂ. ഇല്ലാത്ത കാലത്ത് ഫോട്ടോ നോക്കിയോണ്ടൊന്നും ഇത് നേടിയെടുക്കാൻ പറ്റൂല. ഉള്ള കാലത്ത് വേണം. ഉള്ള കാലത്ത് കൊയ്തെടുക്കേണ്ടത് ഉള്ള കാലത്തു തന്നെ കൊയ്തെടുക്കണം. എപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും വീട്ടിലേക്ക് കയറുമ്പോഴും മാതാപിതാക്കൾക്ക് ഒരു സ്പെഷ്യൽ പരിഗണന കൊടുക്കണം. ബാക്കിയുള്ളവർക്ക് സ്വതക്ക കൊടുക്കണ പോലെയല്ല ഉപ്പാക്കും ഉമ്മാക്കും സ്വതക്ക കൊടുക്കണം. മാതാപിതാക്കൾക്ക് സ്വതക്ക കൊടുത്താൽ 1,00,000 ഇരട്ടി പ്രതിഫലമാണ്. ഉമ്മാക്ക് 1 രൂപ കൊടുത്താൽ 1,00,000 രൂപ കൊടുത്ത കൂലിയാണ്. ഇതെവിടുന്നാ നമുക്ക് കിട്ടുക? ഇതെവിടുന്നാ നമുക്ക് കിട്ടുക? നിങ്ങൾ ആലോചിച്ച് നോക്കി. 1,00,000 ഇരട്ടി പ്രതിഫലം ലഭിക്കും ഉപ്പാക്കും ഉമ്മാക്കും സ്വതക്ക കൊടുത്താൽ. കൊടുക്കുന്ന സമയത്ത് നീതി കാണിക്കണം. ഉമ്മാക്ക് 5,000 കൊടുക്കണമെങ്കിൽ ഉപ്പാക്കും 5,000 കൊടുത്തിരിക്കണം. കൊടുക്കണം. ചെലവിന്റെ പൈസ വേറെ കേട്ടോ. അത് ഉപ്പയാണ് നോക്കുന്നതെങ്കിൽ അത് ഉപ്പാക്ക് വീട്ടിലെ കാര്യങ്ങളും കറണ്ട് ബില്ല്, ഗ്യാസ്, അതൊക്കെ വേറെ കൊടുക്കുക. ഒരു പ്രത്യേക ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കണമെങ്കിൽ ഉമ്മാക്ക് കൊടുക്കുന്ന തന്നെയാണ് ഉപ്പാക്കും കൊടുക്കേണ്ടത്. മക്കൾക്കിടയിൽ നീതി കാണിക്കണം. ശരിയാണ് അല്ലേ? മക്കൾക്കിടയിൽ നീതി കാണിക്കണം. എല്ലാത്തിലും അങ്ങനെ തന്നെ. ഈ സദസ്സിൽ ഒരാൾ അത്തർ പുരട്ടി കൊടുക്കുന്നുണ്ട് എങ്കിൽ ഒരാൾക്ക് 2 വട്ടം കുപ്പിയിലിട്ടിട്ട് തേച്ചു കൊടുക്കണമെങ്കിൽ എല്ലാവർക്കും അങ്ങനെ കൊടുക്കണം. ഇല്ലെങ്കിൽ എല്ലാവർക്കും ഓരോന്നാ കൊടുക്കുന്നെങ്കിൽ ആദ്യത്തെ ആൾ മുതലേ അത് ശ്രദ്ധിക്കണം. ഒരു സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തിരിക്കുന്ന ഘട്ടത്തിലാണ് ആ സ്വഹാബിയുടെ ഒരു കുട്ടി ഓടി വരുന്നത്. വന്ന കുട്ടിയെ വാരിയെടുത്ത് ചുംബിച്ച് മടിയിലിരുത്തി ആ സ്വഹാബി. ഇത് കണ്ട ആ സ്വഹാബിയുടേത് തന്നെ മറ്റൊരു കുട്ടി ഓടിയെത്തി. ആ കുട്ടിയെയും വാരിയെടുത്ത് ഇടതുഭാഗത്ത് മടിയിൽ ഇരുത്തി. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടപെട്ടു, നീതി കാണിച്ചിട്ടില്ലല്ലോ എന്ന്. നീതി കാണിച്ചിട്ടില്ലല്ലോ എന്ന്. നബി ഒന്നാമത്തെ കുട്ടിയെ ചുംബിച്ചിട്ടാണ് മടിയിലിരുത്തിയത്. രണ്ടാമത്തെ കുട്ടിക്ക് അത് കൊടുക്കാതെയാണല്ലോ ഇരുത്തിയത്. ശ്രദ്ധിക്കണം. നീതികേടാണ് കുടുംബത്തിലെ പല കലഹങ്ങളുടെയും കാരണം. 2 പെൺകുട്ടികളുണ്ട്. ഒരു മോളുടെ ഭർത്താവ് ഗൾഫുകാരൻ. ആ പെണ്ണിനും പ്രത്യേക പരിഗണന വീട്ടിൽ കിട്ടാറുണ്ട്. മറ്റേ മോളെ ഭർത്താവ് ഓട്ടോ ഡ്രൈവർ. അവളെ നിന്ദിക്കാറുണ്ട് എങ്കിൽ ആഖിറത്തിൽ കുടുങ്ങിപ്പോകും. ഒരു ഭാഗം ചെരിഞ്ഞിട്ടായിരിക്കും ആഖിറത്തിൽ വരിക. ചെയ്യരുത്. മക്കളോട് നീതി കാണിക്കണം. എൻ്റെ വിഷയം പാരന്റിങ് അല്ലാത്തതുകൊണ്ട് ഇപ്പോൾ അതിൽ കയറി സംസാരിക്കണില്ല. മാതാപിതാക്കളെ നന്നായി പരിഗണിക്കണം. 4. അഞ്ചാമത്തത് അൽ മുഹാഫളത്തു
അല മാലിഹിമ, അവരുടെ സമ്പത്ത് നന്നായി സംരക്ഷിക്കണം. കൈകാര്യം ചെയ്യുന്ന ആൺകുട്ടികൾ ജാഗ്രത. മാതാപിതാക്കളുടെ സ്വത്തിലെങ്ങാനും അന്യായമായി ഇടപെട്ടാൽ, ഉപ്പക്ക് പ്രായമായതുകൊണ്ട് കള്ളരേഖ ഉണ്ടാക്കിയാൽ എന്നാണ് പറഞ്ഞതിന്റെ താല്പര്യം, കുടുങ്ങും. നിന്റെ മക്കൾക്ക് എന്തെല്ലാം രോഗങ്ങളാണോ വരുന്നതെന്ന് പ്രതീക്ഷിക്കാം. ഉപ്പയെ പറ്റിച്ചിട്ട് സ്വത്ത് കയ്യിലാക്കിയാൽ എങ്ങനെയാ നിന്റെ മക്കൾ സ്വാലിഹികളാവുക? മത്അമുഹു ഹറാം വമൽബസുഹു ഹറാം വമശ്റബുഹു ഹറാം ഫഅന്ന യുസ്തജാബ്. പിന്നെ എങ്ങനെ ദുആഇന് ഉത്തരം കിട്ടുക? പല കുട്ടികൾക്കും അംഗവൈകല്യം ഉണ്ടാവുന്നതും പ്രയാസങ്ങൾ ഉണ്ടാവുന്നതും അനന്തര സ്വത്തിലെ അവിഹിതമായ ഇടപെടലാണ്. വാപ്പ മരിച്ചപ്പോൾ പെങ്ങന്മാരെ പറ്റിക്കുന്ന രീതിയിൽ കൈകാര്യം ചെയ്യുന്ന കാര്യകർത്താക്കളുണ്ട്, ആങ്ങളമാർ. നിങ്ങളെ മക്കൾക്ക് വരുന്ന ദുരന്തം അടുത്ത കാലത്തു തന്നെ പ്രതീക്ഷിക്കാം. അന്യായമായി വസൂലാക്കിയ പണം കൊണ്ട് നമുക്ക് ജീവിതത്തിൽ ആഖിറത്തിൽ ഉപകരിക്കുന്ന ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല. യൂസുഫ് നബ്ഹാനി തങ്ങളുടെ ദലീലു തുജാർ എന്ന കിതാബിൽ വിശദമായി ആ പഠനം ഉണ്ട്. നമ്മളെ മക്കൾ സ്വാലിഹീങ്ങളാവണമെങ്കിൽ നമ്മൾ സമ്പാദിക്കുന്ന പണം ഹലാലായിരിക്കണം. ലോക അറിയപ്പെട്ട ഹദീസ് പണ്ഡിതനാണ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു. ബുഖാരി ഇമാമിന്റെ പേര് മുഹമ്മദ് എന്നാണ്, വാപ്പന്റെ പേര് ഇസ്മായിൽ എന്നാണ്. അപ്പോൾ പേര് വരിക മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഖാരി എന്നാണ്. ആ ഇസ്മായിൽ എന്ന വാപ്പ വഫാത്താകുമ്പോൾ അനന്തരമായി തൻ്റെ മകന് വെച്ചിരിക്കുന്ന സ്വത്തിനെ കുറിച്ച് അഭിമാനപൂർവ്വം പറയുന്നുണ്ട്, എനിക്ക് അനന്തരമായിട്ട് എടുക്കേണ്ട എൻ്റെ മോൻ്റെ സ്വത്തുണ്ടല്ലോ, ഞാൻ മരണപ്പെട്ടാലുള്ള ഈ സ്വത്തിൽ ഒരു ദിർഹമോ ഒരര ദിർഹമോ ഹറാമ് പോയിട്ട് ഹലാലാണോ ഹറാമാണോ എന്ന് ഡൗട്ട് അടിക്കാൻ പറ്റുന്ന ശുബഹത്ത് തന്നെ ഇല്ല, തന്നെ ഇല്ല, അതുറപ്പാ. ആ പണം കൊണ്ട് യാത്ര ചെയ്ത് ലോകം ചുറ്റി ഹദീസ് ശേഖരിച്ച പണ്ഡിതന്റെ പേരാണ് മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഖാരി റളിയല്ലാഹു അൻഹു. സിയറു അലാമിൻ നുബലായിൽ ഹാഫിളു ദഹബി ഈ ആശയം കൊണ്ടുവരുന്നുണ്ട്. കണ്ടോ, പണം ഹലാലാവണം. ഉപ്പന്റെ ഉമ്മന്റെ സ്വത്ത് പറ്റിക്കരുത്. അത് ചെറിയ ക്ലാസ്സിലെ കാലം മുതൽ തന്നെ, തക്കാളി ഉള്ളി വാങ്ങാൻ അയക്കുന്ന കാലം മുതൽ തന്നെ, 2ാം ക്ലാസ് 3ാം ക്ലാസ് കാലം മുതൽ തന്നെ കുട്ടികളെ പഠിപ്പിക്കണം. മോനെ 2 രൂപ നീ കളവ് പറഞ്ഞു അല്ലേ, അനുവദിക്കരുത്. കളവ് നമ്മുടെ വീട്ടിൽ ഉണ്ടാവരുത്. സത്യസന്ധതയുള്ള വീട്ടിൽ ബറക്കത്ത്. ഇനി വേറെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്യേണ്ട, അവിടെ തന്നെ ഉണ്ടാവും. സത്യസന്ധതയുള്ള വീടായിരിക്കണം. കളവ് പറയല്ല എന്ന് ഉമ്മ ചൊന്നാരെ കള്ളൻ്റെ കയ്യിൽ പൊന്നു കൊടുത്തോവർ എന്ന് മൊഹയ്യദ്ദീൻ മാല പാടുന്ന ഉമ്മ തന്നെ ശനിയും ഞായറും മദ്രസ ലീവായത് എന്തുകൊണ്ട് എന്ന് ഉസ്താദ് ചോദിച്ചാൽ അത് പനിയാണ് നാറ്റം പറഞ്ഞോളി എന്ന് പറയുകയാണെങ്കിൽ എന്താണ് ആ വീട്ടിൽ ഉണ്ടാവുക?